PSCയുടെ പ്രായപരിധി PSC പരീക്ഷകൾക്ക് അപേക്ഷിക്കാനുള്ള പ്രായപരിധി 40 ആക്കിയത് വലിയ കയ്യടിയാണ് നേടിയത് സർക്കാരിന്റെ ഭാഗത്തുനിന്ന്. പക്ഷേ അപ്പോഴും പല രീതിയിലുള്ള ആശങ്കകൾ പലരും ഉയർത്തുണ്ടായിരുന്നു. ഈ PSC റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചത് 1 വർഷം ആകാറായിട്ടും 1ാം റാങ്കുകാരിക്ക് പോലും ജോലി ലഭിക്കാതായതോടെ പ്രതിഷേധം ശക്തമാക്കിയിരിക്കുകയാണ് ലോവർ പ്രൈമറി സ്കൂൾ ടീച്ചേഴ്സ് ഉദ്യോഗാർത്ഥികൾ. കോഴിക്കോട് DDE ഓഫീസിന് മുൻപിൽ PSC റാങ്ക് ലിസ്റ്റും പുസ്തകങ്ങളും ഡിഗ്രി സർട്ടിഫിക്കറ്റുകളും തൂക്കി വിറ്റുകൊണ്ടായിരുന്നു ഇവരുടെ പ്രതിഷേധം. സിനോജ് തോമസ് അവിടെ നിന്ന് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കഴിഞ്ഞ ദിവസം അറബിക്കടലിൽ റാങ്ക് ലിസ്റ്റ് എറിഞ്ഞുകൊണ്ടാണ് ഉദ്യോഗാർത്ഥികൾ സമരം ചെയ്തത്. ഇന്നിതാ കോഴിക്കോട് DDE ഓഫീസിന് മുൻപിൽ അവർ പഠിക്കാൻ ഉപയോഗിച്ച പുസ്തകങ്ങളും റാങ്ക് ലിസ്റ്റും ഒപ്പം തന്നെ അവരുടെ PG ഡിഗ്രി സർട്ടിഫിക്കറ്റുകളൊക്കെ തന്നെ കൊണ്ടുവന്ന് അത് തൂക്കി വിറ്റുകൊണ്ടാണ് പ്രതിഷേധിക്കുന്നത്. കാരണം വലിയ പ്രതീക്ഷയോടുകൂടി പഠിച്ച് റാങ്ക് ലിസ്റ്റിൽ ഇടം നേടി, പക്ഷേ നിയമനം ലഭിക്കുന്നില്ല എന്നാണ് ഉദ്യോഗാർത്ഥികളുടെ പരാതി. 2025 മെയ് 31 ഞങ്ങളെ ഈ ലിസ്റ്റ് നിലവിൽ വന്നിട്ടുള്ളത്. 9 മാസം കഴിഞ്ഞിട്ടും ഒരു റാങ്കിന് പോലും 1ാം റാങ്കിന് പോലും നിയമനം ലഭിക്കാത്തൊരു സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു പ്രക്ഷോഭത്തിലേക്ക് ഞങ്ങൾ തീരുമാനിച്ചു വന്നിട്ടുള്ളത്. ഇപ്പം തന്നെ 1 വർഷം ഞങ്ങളുടെ കയ്യിൽ നിന്ന് പോയി. ഇനി അടുത്ത വർഷവും കഴിഞ്ഞ ലിസ്റ്റിലെ നിയമനം പൂർത്തിയാക്കാൻ വേണമെന്നാണ് DDE ഓഫീസിൽ നിന്ന് കിട്ടിയ മറുപടി. അപ്പം ഞങ്ങൾക്ക് മുന്നിൽ വെറും 1 വർഷം മാത്രമായി ചുരുങ്ങും. ഇത്രയും റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടത് 1149 ഉദ്യോഗാർത്ഥികളാണ്. അപ്പോൾ ഇവരുടെയൊക്കെ പ്രതീക്ഷയാണ് ഇവിടെ വെള്ളത്തിലാവുന്നത്. 3 വർഷം കിട്ടേണ്ട സ്ഥാനത്ത് 1 വർഷം കിട്ടുക എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് അത് ഒരു നീതികേട് തന്നെയല്ലേ. കഴിഞ്ഞ ദിവസമാണ് സർക്കാർ പുതിയ തീരുമാനം എടുത്തത്. പ്രായം 40 ആക്കിയിട്ടുണ്ട് PSC പരീക്ഷ എഴുതാനുള്ളത്. ഇനിയും നിങ്ങൾക്ക് പരീക്ഷ എഴുതാനുള്ള അവസരം കിട്ടുവാണ്, പക്ഷേ ലിസ്റ്റുകൾ വരുന്നു, അത് നിയമനം നടക്കുന്നില്ല. അതെ, എന്തായാലും 30 വയസ്സ് കഴിഞ്ഞിട്ട് PSCനെ പറ്റി ചിന്തിക്കുന്നവർക്ക് അത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. പക്ഷേ ഞങ്ങളെപ്പോലെ ലക്ഷക്കണക്കിന് ആളുകളോട് മത്സരിച്ച് ലിസ്റ്റിൽ വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഈ പൊരി വെയിലത്ത് നിന്ന് സമരവുമായി മുന്നോട്ട് പോകുകയെന്ന് പറയുമ്പം നാളെ ഇനിയിപ്പോൾ ഒരു PSC എഴുതിയിട്ടും ഇതേ അവസ്ഥ തന്നെയാണെന്നുണ്ടെങ്കിൽ ഈ 40 വയസ്സാക്കിയതുകൊണ്ട് എന്താ പ്രയോജനം എന്നുള്ളത് മനസ്സിലാവുന്നില്ല. അത് ആശങ്കയാണ്. പഠിച്ച് റാങ്ക് ലിസ്റ്റ് കയറി അതിലും ത്രാസൊക്കെ ആയിട്ടാണ് ഉദ്യോഗാർത്ഥികൾ വന്നിരിക്കുന്നത്. അത് തൂക്കി വിൽക്കാനുള്ള പരിപാടിയിലാണ്. അതായത് നല്ല ഇനം സർട്ടിഫിക്കറ്റുകളും റാങ്ക് ഫയലുകളും തൂക്കി വിൽപ്പനയ്ക്ക് എന്ന ബോർഡൊക്കെ വെച്ചുകൊണ്ടാണ് ഇവിടെ പ്രതിഷേധിക്കുന്നത്. ഈ സമരത്തിന് പിന്തുണയുമായും BJP നേതാക്കളൊക്കെ തന്നെ എത്തിയിട്ടുണ്ട്. അല്ല, ഒന്ന് 40-45 ആക്കുമ്പോൾ ഒരു അഭ്യർത്ഥനയുള്ളത്, ഈ ഇതുവരെ പഠിച്ച് കഠിനാധ്വാനം ചെയ്ത് രാപ്പകൽ അധ്വാനിച്ച് വർഷങ്ങളുടെ കഠിനാധ്വാനത്തിന്റെ ഭാഗമായി റാങ്ക് ലിസ്റ്റിൽ കയറിയവർക്കൊന്ന് നിയമനം കൊടുക്കാൻ ദയവ് ചെയ്ത് ഗവൺമെന്റ് ഒന്ന് തയ്യാറാകണം. രാഷ്ട്രീയത്തിനും മതത്തിനും ജാതിക്കും അപ്പുറം കേരളത്തിലെ യുവാക്കളുടെ പ്രശ്നത്തിൽ ഇനിയെങ്കിലും ഒന്ന് സർക്കാർ കണ്ണു തുറക്കണം. എല്ലാ യുവജന സംഘടനകളും വന്ന് യുവജന സംഘടനകൾക്ക് ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഇവർക്ക് പിന്തുണ കൊടുത്ത് ഇവർക്ക് അർഹതപ്പെട്ട നിയമനങ്ങൾ അത് വാങ്ങിക്കൊടുക്കണം. ഏതായാലും കുട്ടികളെ പഠിപ്പിക്കേണ്ട അധ്യാപകരാണ് ഈ പൊരിവെയിലത്ത് സമരം ചെയ്യുന്നത്. 1ാം റാങ്ക് കിട്ടിയ ഉദ്യോഗാർത്ഥിക്ക് പോലും ജോലി ഇതുവരെ ലഭിച്ചിട്ടില്ല എന്ന വസ്തുത ഇവിടെ നിലനിൽക്കുന്നു. കോഴിക്കോട് നിന്ന് വീഡിയോ ജേർണലിസ്റ്റ് ഷബീറിനൊപ്പം റിപ്പോർട്ടർ സിനോജ് തോമസ്, റിപ്പോർട്ടർ.